പത്രക്കാർക്കേ വിവരമുള്ളൂ. സദാശിവനും രേണുക മിസ്സിംഗ് കേസുമായി ചിലപ്പോ എന്തെങ്കിലും ബന്ധം ഉണ്ടായേക്കാം. എത്ര എളുപ്പത്തിലാണ് നിങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ പറ്റി പറയുന്നത്. തൂക്കിക്കൊല്ലേണ്ടതാണ്. ഞാൻ കാരണം ശ്യാമേട്ടന് എത്രമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. നീ ശരിക്കും പോകുന്നതിനെ തീരുമാനിച്ചോ? വേണ്ട, ഈ ഗിരിയേട്ടനെ ഗംഗേച്ചേക്ക് ഉപേക്ഷിച്ച് നീ പോണ്ട. നീ പോണ്ട. നിന്റെ ഗിരിയേട്ടനെ മോളെ പറയുന്നത്. നീ പോരുത്. ഞാൻ പറയുന്ന കേക്ക്. പപ്പ 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 ഗാഥ പോവാൻ തുടങ്ങുന്നു. അവളോട് പോരെന്ന് പറ പപ്പ. പപ്പ പറഞ്ഞു അവള് പോവില്ല. അവളോട് പോരെന്ന് പറ പപ്പ. പപ്പയുടെ പൊന്നു മോളല്ലേ അവള്. പൊന്നു കാഞ്ചനാമല്ലേ, അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകരുത്. ഞങ്ങളെ പൊന്നെനിത്തി ഇവിടെ നിന്ന് കൊണ്ടുപോകരുത്. കാഞ്ചനമ്മക്ക് എന്ത് വേണേലും ഞങ്ങൾ തരാം. ഞങ്ങൾക്ക് ഗാഥ മാത്രം മതി. അവളെ കൊണ്ടുപോകരുത്. കാഞ്ചനമ്മ കൊണ്ടുപോകരുതല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ കൊണ്ടുപോകരുതെന്ന്. ഗംഗേച്ചി അവളെ കൊണ്ടുപോകലെന്ന് പറ. ഗംഗേച്ചി 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 എന്താ ഗംഗേച്ചി? പപ്പ പപ്പ മോളെ ഗംഗേച്ചി പപ്പ പപ്പ താക്കോലെടുക്കും പപ്പ. മോളെ ഗംഗേ ഇരിക്കൂ. താങ്ക് യു. ഞാൻ മാഡത്തെ ഒന്ന് കാണണമെന്ന് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. എന്താ സർ, രേണുയെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയോ? സോറി, പർപ്പസ് രേണുക മിസ്സിംഗ് ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ്. പക്ഷേ എനിക്കറിയേണ്ടത് ആ സദാശിവനെ കുറിച്ചാണ്. സദാശിവനും രേണുക മിസ്സിംഗ് കേസുമായി ചിലപ്പോ എന്തെങ്കിലും ബന്ധം ഉണ്ടായേക്കാം. അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിൽ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. പ്രതികളെന്ന് സംശയിക്കപ്പെടുന്ന 2 പേർ കൺമുമ്പിൽ തന്നെ ഉണ്ട് താനും. എങ്കിൽ പിന്നെ ഉടനെ തന്നെ അവരെ അറസ്റ്റ് ചെയ്യാത്ത എന്താ സർ? സംശയിക്കപ്പെടുന്ന വ്യക്തികളിൽ ആരാണ് യഥാർത്ഥ പ്രതി എന്നതാണ് പ്രശ്നം. 2 പേരും വിഐപികളുമാണ്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ സാധാരണ ചോദ്യം ചെയ്യലിൻ്റെ ഒരു സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യാനും വിഷമമാണ്. പുതിയൊരു വഴി സ്വീകരിച്ചേ മതിയാവൂ. എന്ത് വഴി? ഗാലക്സിയിൽ പ്രധാന ഗ്രഹങ്ങളെ വലം വെച്ച് ചുറ്റിത്തിരിയുന്ന ഉപഗ്രഹങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. ആ ഉപഗ്രഹങ്ങളാണ് എൻ്റെ ലക്ഷ്യം.
യെസ്, സദാശിവൻ അങ്ങനെ ഒരു ഉപഗ്രഹം ആവാം. ഈ സദാശിവനെ മാഡം ആദ്യമായിട്ട് കണ്ടതെന്നാണെന്ന് ഓർമ്മയുണ്ടോ? ഐ മീൻ യുവർ ഫസ്റ്റ് മീറ്റിംഗ്? കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷേ അന്നൊരു ദിവസം വീട്ടിൽ ഞാനും ചേട്ടനും കൂടി ഇന്നത്തെ ഇഡ്ഡലി കൊള്ളാം. ഉഴുന്ന് കൂടുതലിട്ടോ. മാർജിൻ ഫ്രീ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ഉഴുന്ന സാധനം നല്ലതാ, പക്ഷേ വില കൂടുതലാ. ആ, വിലയില്ലാത്തവരെണ്ണം ഇവിടെ ഉണ്ടല്ലോ. അതെന്താ? ഞാൻ തന്നെ. മാധവേട്ടൻ രാവിലെ തന്നെ ഉടക്കാനുള്ള പരിപാടിയിലാണോ? ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? ഭൂമി ഉരുണ്ടതായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇത് ചതുരത്തിലെങ്ങാനും ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെയൊക്കെ അവസ്ഥ? പത്രാധിപന്മാരെല്ലാം ഇങ്ങനെ തന്നെയാണല്ലോ. രാവിലെ പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് സംസാരിക്കും. ചുമ്മാതല്ല പത്രക്കാർക്ക് വിവരമില്ലാന്ന് പറയുന്നത്. പത്രക്കാർക്കേ വിവരമുള്ളൂ. ഇവിടെ ജനങ്ങൾ എന്ത് വായിക്കണം, എന്ത് ചിന്തിക്കണം, എന്ത് പ്രവർത്തിക്കണം, ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നതേ ഞങ്ങൾ പത്രക്കാരാ. നാടിനെ നശിപ്പിക്കുന്നവരെന്നും പറയും. ഞങ്ങൾ ഒന്നിനെ നശിപ്പിക്കുന്നില്ല, സൃഷ്ടിക്കുന്നുമില്ല. എല്ലാത്തിനും സാക്ഷിയാവുകയാണ് ചെയ്യുന്നത്. ആ സാക്ഷ്യപത്രമാണ് പത്ര റിപ്പോർട്ടായി വരുന്നത്. ഞങ്ങളെപ്പോലെ ഇത്രയും ക്ഷമയുള്ളവർ വേറെയുണ്ടോ? അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ സഹിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് ഇത്രയും കൊല്ലമായി, ഇപ്പോഴും എന്നെ സഹിക്കാത്രേ. ഞാനിതൊക്കെ കേൾക്കണം. മാഡം പിണങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല. നിന്റെ ഈ മുഖത്ത് ദേഷ്യം വരുമ്പോ കാണാൻ നല്ല ചന്തമാണ്. മാധവേട്ടൻ രാവിലെ ഇതെന്തു ഭാവിച്ച? വയസ്സാം കാലത്തെ ഒരു ശൃംഗാരം ആരെങ്കിലും കേട്ടാ മതി. ആരെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ജീവിതമല്ലേ? അല്ല, മാഡം ഈ ആഴ്ച എത്ര മീറ്റിംഗിൽ പങ്കെടുത്തു? എത്ര സാമൂഹ്യ സേവന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു? സ്വന്തം ജീവിതം ഭർത്താവിനും കുടുംബത്തിനും വേണ്ടി മാത്രം പോരല്ലോ. നമ്മളെ കൊണ്ട് 10 പേർക്ക് സഹായം കിട്ടുമെങ്കിൽ അതിലും വലിയ പുണ്യമുണ്ടോ? ഗാന്ധിയൻ പ്രഭാകരമേനോന്റെ മകളെ കെട്ടിയതോടെ നമ്മുടെ ലൈഫ് പോയി. എന്റെ തലയിലെഴുത്ത്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സേവനങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടിയതിൽ ഞാൻ ദൈവത്തോട് എന്നും നന്ദി പറഞ്ഞിട്ടേ ഉള്ളൂ. ഭർത്താവിന്റെ സോപ്പിട്ട് സാരി മേടിക്കേണ്ട ഗതികേട് അരുന്ധതി മാഡത്തിനില്ല. എന്നാലും ഇത് കേട്ടപ്പോ ഭാര്യയ്ക്കൊരു സാരി മേടിച്ചു കൊടുക്കാൻ തോന്നുന്നു. ഇന്നലെ നമ്മുടെ ഓഫീസിലെ സബ് എഡിറ്റർ റിഡക്ഷൻ സെയിലിൽ ഒരു സാരി മേടിച്ചു. വീട്ടിൽ ചെന്ന് നിവർത്തി നോക്കിയപ്പോ എലി കരണ്ടിയിരിക്കുന്നു. 50% എലി കൊണ്ടുപോയി. പുറത്താരോ വന്നിട്ടുണ്ട്. പിച്ചക്കാരാണോ പിരിവുകാരാണോ, രണ്ടായാലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞു. ഞാനിവിടെ ഉണ്ടല്ലോ. നമസ്കാരം. ഓ, നിങ്ങളോ? എന്തു വേണം? ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. മിസ്റ്റർ സദാശിവൻ, നിങ്ങൾ എന്താ പറയാൻ പോകുന്നെന്ന് എനിക്ക് മനസ്സിലായി. മാഡം എന്നെ വിശ്വസിക്കണം. ഞാനിപ്പോ പഴയ ആളല്ല. 2 വർഷത്തെ ജയിൽ ജീവിതം എന്നെ മറ്റൊരാളാക്കി. മറ്റൊരാളാക്കിയോ? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. നിങ്ങളിപ്പോ നന്നായി മദ്യപിച്ചിട്ടില്ലേ? അയ്യോ, ഞാനൊരു അല്പം കഴിച്ചുപോയി. അതൊരു മനസ്സുറപ്പിനാ. എന്തായാലും മാഡത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കാനുള്ളതല്ലേ. മാഡം എന്നോട് പൊറുക്കണം, എന്നെ വിശ്വസിക്കണം, ചെയ്തു പോയ തെറ്റുകൾ മാപ്പാക്കണം. ഞാനൊരു ചെറിയ തെറ്റ് ചെയ്തു പോയി. ഒരിക്കൽ തെറ്റ് ചെയ്താ പിന്നെ ആ കണ്ണിലാണ് അവനെ ജനങ്ങൾ കാണുന്നത്. എന്റെ ദുർഗതിയും അതാ. ചെറിയ തെറ്റോ? എത്ര എളുപ്പത്തിലാണ് നിങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ പറ്റി പറയുന്നത്. തൂക്കിക്കൊല്ലേണ്ടതാണ്. ഈ നാട്ടിലായതുകൊണ്ടാ നിങ്ങൾ ഇത്ര ഉളുപ്പില്ലാതെ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. എല്ലാം സാഹചര്യമാണ് മനുഷ്യനെ നല്ലവനും ചീത്തയോ ആക്കുന്നത്. ചെകുത്താൻ വേദമോതുന്നത് പോലെയുണ്ട്. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? മനുഷ്യന്റെ മനസ്സറിയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് മാഡം. അതുകൊണ്ട് എന്നെ മനസ്സിലാക്കണം. മിസ്റ്റർ, നിങ്ങൾ കാര്യം പറയണം. പാവം മീനാക്ഷി, ഞാൻ കാരണം മിണ്ടാട്ടം ഇല്ലാണ്ടായി. എനിക്ക് ദുഃഖമുണ്ട് മാഡം, ദുഃഖമുണ്ട്.
എനിക്ക് ആ കുഞ്ഞിനോട് മാപ്പ് ചോദിക്കണം. അവളോട് ചെയ്ത തെറ്റിന് ഇനിയുള്ള കാലം അവളുടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് സ്നേഹിച്ച് പശ്ചാത്തപിക്കാൻ എന്നെ അനുവദിക്കണം. നിങ്ങൾ കാര്യം പറയണം. മീനാക്ഷി എന്നോടൊപ്പം അയക്കണം. അത് മാഡം വിചാരിച്ചാലേ നടക്കൂ. എന്തടിസ്ഥാനത്തിലാണ് മീനാക്ഷിയെ ഞാൻ നിങ്ങളോടൊപ്പം അയക്കേണ്ടത്? നിങ്ങളാണോ അവളുടെ രക്ഷകർത്താവ്? അതെ മാഡം. അവൾക്ക് ബന്ധുവെന്ന നിലയിൽ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. തമിഴ്നാട്ടിൽ ജനിച്ച മീനാക്ഷിക്ക് താങ്കൾ എങ്ങനെ ബന്ധുവായി? അതൊരു വലിയ കഥയാണ് മാഡം. എന്റെ ജ്യേഷ്ഠൻ സെൽവമണിയുടെ മകളാണ് മീനാക്ഷി. ഏട്ടന്റെ മരണശേഷം ആരോരുമില്ലാത്ത അവരെ സംരക്ഷിച്ചത് ഞാനാ. വേണ്ട, ഇനി നിങ്ങൾ എന്ത് കെട്ടുകഥകൾ എഴുന്നള്ളിച്ചാലും ശരി, മീനാക്ഷിയെ ഞങ്ങൾ വിട്ടുതരില്ല. അങ്ങനെ പറയരുത് മാഡം. ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ അവളെ നോക്കിക്കോളാം, സംരക്ഷിച്ചോളാം. മീനാക്ഷിയെ നിങ്ങൾ സംരക്ഷിക്കുമെങ്കിൽ അവളുടെ അനുജനായ മുത്തുവിനെ നിങ്ങൾ എന്തുകൊണ്ട് മകനായി കാണുന്നില്ല, സംരക്ഷിക്കുന്നില്ല? അത് പിന്നെ പറയൂ മിസ്റ്റർ സദാശിവൻ. മുത്തുവിന്റെ കാര്യവും ഞാൻ നോക്കിക്കോളാം. ഒരു കുറവും വരുത്തത്തില്ല. ആ നിങ്ങളുടെ ക്രൂരത മൂലം ഊമയാകേണ്ടി വന്ന പെൺകുട്ടിയാണ് മീനാക്ഷി. ഇപ്പൊ മീനാക്ഷിയുടെ രക്ഷകനായിട്ട് അവതരിച്ചതിന്റെ പിന്നിലുള്ള കുബുദ്ധി വെറും കച്ചവടം മാത്രമാണെന്ന് ഞങ്ങൾക്കിപ്പോ ബോധ്യമായി. കാരണം പ്രായപൂർത്തിയായ പെൺകുട്ടിയല്ലേ അവള്. ഒരു രക്ഷിതാവ് നിങ്ങൾ എത്രയും പെട്ടെന്ന് പോലീസിൽ ഏൽപ്പിക്കുക വേണ്ടത്. ഒരുപാട് പോലീസുകാരെ കണ്ടവനായി സദാശിവൻ. അങ്ങനൊരു ഭീഷണി എന്നോട് വേണ്ട. അതുകൊണ്ടേ ഞാൻ കാര്യമായിട്ട് നിങ്ങളോട് പറയാ, മീനാക്ഷിയെ വിട്ടുതരണം. സാധ്യമല്ല. നിങ്ങൾ മീനാക്ഷിയെ തടങ്കലിൽ വെച്ചിരിക്കുകയാണ്. അഭയകേന്ദ്രത്തിന്റെ പേരിൽ ഈ സ്ഥാപനത്തിൽ എന്താണ് നടക്കുന്നതെന്ന് എനിക്കറിയാം. അത് ഞാൻ ഇവിടെ എല്ലാവരോടും പറയും. താനൊന്ന് പോടോ. തന്നെ പോലുള്ള സാമൂഹ്യ വിരുദ്ധന്മാരെ എങ്ങനെയാ നേരിടേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. ഹാ! ഒരു സാമൂഹ്യ പ്രവർത്തക, നിങ്ങൾ എന്നെ ഒരു പുല്ലും ചെയ്യില്ല. ഈ സദാശിവനോട് കളിച്ചാലേ കളി പഠിപ്പിക്കും ഞാൻ. ഹ! എന്താടോ, കിട്ടിയോ? വയറ് നിറഞ്ഞല്ലോ. മാഡത്തിന്റെ സ്തുത്യർഹമായ സേവനത്തിന് തക്ക പ്രതിഫലം കിട്ടിയല്ലോ. അങ്ങാടി തോറ്റ അമ്മയോടൊന്ന് പറഞ്ഞ പോലെയായി. ആ വിവരം അപ്പോ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യായിരുന്നാണ് തെറ്റ്. ഈ സദാശിവൻ അന്വേഷിച്ചെത്തിയ കാര്യം മീനാക്ഷി അറിഞ്ഞിരുന്നോ? അവൾ അത് അറിയരുതെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതാ, ഒളിക്കാൻ ശ്രമിച്ചതുമാ. പക്ഷേ എന്നിട്ടും ശ്രീദേവി, മാഡം എപ്പോ എത്തി? ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ആ സദാശിവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. സദാശിവനോ? ഈശ്വര, മീനാക്ഷി എവിടെ? അകത്തുണ്ട്. അയാളിനി ഇങ്ങോട്ടെങ്ങാനും വരുമോ? ഇന്നലെ അയാൾ എന്റെ വീട്ടിൽ വന്നിരുന്നു. എന്നെ ഒത്തിരി ഭീഷണിപ്പെടുത്തിയിട്ടാ പോയിരിക്കുന്നത്. ഒരാളെ കൊല ചെയ്തിട്ട് ഇത്ര വേഗം ജയിലിൽ നിന്ന് വിടോ? കേസ് പറയാനൊക്കെ ആള് വേണ്ടേ? സാക്ഷി രണ്ടുപേരായിരുന്നല്ലോ, മീനാക്ഷിയും മുത്തുവും. ശരിയാ, ഒരാൾക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടു. മുത്തുവാണേ മൈനറും. എന്തായാലും മീനാക്ഷിയുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. മുത്തുവിനെ അയാൾ ഉപദ്രവിക്കോ? പയ്യനോട് താല്പര്യമൊന്നുമില്ല. മീനാക്ഷിയെ വിട്ടുകൊടുക്കണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു. എന്തായാലും പോലീസിലൊന്ന് ഇൻഫോം ചെയ്യുന്ന നല്ലതാ. ഞാൻ വിളിച്ചോളാം. എന്താ മീനാക്ഷി ഇത്? ഒന്നും ഉണ്ടാവില്ല, നീ പേടിക്കണ്ട. കരയാതിരിക്ക്, മാഡം പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. കരയാതെ, ഒന്നുമില്ല. കരയാതെ. ഞാനൊരു വല്ലാത്ത തിടുക്കത്തിലാണ് മാഡം. രേണുക മിസ്സിംഗ് കേസ് എത്രയും പെട്ടെന്ന് പ്രൂവ് ചെയ്ത് ഫയൽ ക്ലോസ് ചെയ്യണം എനിക്ക്. അല്ലെങ്കിൽ പിന്നെ ആർക്കും ഒരിക്കലും അതിന് കഴിയില്ലെന്ന് വന്നേക്കാം. വാട്ട് യു മീൻ? അതെ മാഡം, പ്രതികൾ ഉന്നതന്മാരായതുകൊണ്ട് തന്നെ ആവാം. മറ്റു പല കേസുകളിലെയും പോലെ തന്നെ ഇതിലും മുകളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ ഏറിക്കൊണ്ടിരിക്കുന്നത്. യെസ്, അന്വേഷണം പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നതിനുള്ള പ്രഷർ. അരുത് സർ,
ഒരിക്കലും താങ്കൾ ആ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങരുത്. രേണുയെ കണ്ടുപിടിച്ചേ പറ്റൂ. അതിന് ഉത്തരവാദികളായവരെ കണ്ടെത്തി അവർക്ക് മാതൃകാപരമായ ശിക്ഷ വാങ്ങിക്കൊടുത്തേ പറ്റൂ. എന്നിട്ടേ സാർ ഇതിൽ നിന്നും പിന്തിരിയാവൂ. ഇറ്റ്സ് മൈ റിക്വസ്റ്റ് സർ, പ്ലീസ്. എൻ്റെ ഡിസയറും ഡിസിഷനും എല്ലാം അങ്ങനെ തന്നെയാണ് മാഡം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മുകളിൽ നിന്നുള്ള ഓർഡർ അത് തലയ്ക്ക് മുകളിൽ നിന്ന് വീണാൽ പിന്നെ എന്ത് ചെയ്യാൻ കഴിയും മാഡം? അപ്പോ ഇല്ല, ഡെഫിനറ്റ്ലി അതിനു മുമ്പേ ഞാനത് തെളിയിച്ചിരിക്കും. സ്ത്രീ സമൂഹത്തിന് നേരെ അടിക്കടി ഉണ്ടാകുന്ന പീഡനങ്ങൾ, കൊലപാതകങ്ങൾ, തിരോധാനങ്ങൾ, ഇത്തരം കേസുകളിൽ അധികവും പാതി വഴിയിൽ തന്നെ ഇങ്ങനെ കെട്ടടങ്ങി പോവാറാണല്ലോ സാർ പതിവ്. ഇതിനെതിരെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് എന്ത് ചെയ്യാൻ സാധിക്കും? എന്തും ചെയ്യാൻ സാധിക്കും. പക്ഷേ മുകളിലിരിക്കുന്ന മനുഷ്യദൈവങ്ങളുടെ വഴിമുടക്കലുകൾ ഉണ്ടാവരുത്. ഇല്ല സാർ, എല്ലാത്തിനും ഞങ്ങൾ അറുതി വരുത്തും. സ്ത്രീ സമൂഹത്തിന് മേൽ വർദ്ധിച്ചു വരുന്ന എല്ലാ അതിക്രമങ്ങൾക്കും സ്ത്രീശക്തി കൊണ്ട് തന്നെ ഞങ്ങൾ ആഞ്ഞടിക്കും. സംഘടിത ശക്തിയായി ഞങ്ങൾ ഓരോ കപടമുഖങ്ങളും വലിച്ചു കയറും. യെസ്, ഈ തന്റേടമാണ് സ്ത്രീകൾക്കുണ്ടാവേണ്ടത്. ഈ ശക്തിയാണ് സംഭരിക്കേണ്ടത്. CA അരുൺകുമാറിന്റെ സർവ്വ പിന്തുണയും സഹായവും മാഡത്തിന് എന്നും എപ്പോഴും പ്രതീക്ഷിക്കാം. ഷുവർ. ഗംഗേച്ചി, ഒന്നുമില്ല ഗംഗേച്ചി, ഗംഗേച്ചിക്കൊന്നുമില്ല. ഗാഥ ഇനി ഒരിടത്തേക്കും പോലെ ഗംഗേച്ചി. നമ്മൾ അവളെ എങ്ങും വിടില്ല, അല്ലേ മോളെ? ആ കഞ്ചനാമ്മ എന്തോ വായി തോന്നിയത് വിളിച്ച് പറഞ്ഞത് കേട്ടിട്ട് നീ ഇത്ര മണ്ടിയായി പോയല്ലോടി. ആ, ദേ ശ്യാമേട്ടൻ വന്നല്ലോ. എന്താ ഗംഗേ, നിനക്കെന്താ പറ്റിയത്? പേടിക്കാനൊന്നുമില്ല ശ്യാമേട്ടാ. ഗംഗേച്ചിയും തലവുറ്റി വീണതാ. നെറ്റി ചെറുതായിട്ടൊന്ന് പൊട്ടി, അത്രേ ഉള്ളൂ. ഒന്നുമില്ല ശ്യാമേട്ടാ, ഗിരി പറഞ്ഞില്ലേ, അത്രേ ഉള്ളൂ. ഗാഥയും കൊണ്ട് കഞ്ചനാമ്മ എവിടേക്കോ പോകാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ഗംഗേച്ചി ഇതാ കിടക്കുന്നു, ഒരൊറ്റ വീഴ്ച. ശ്യാമേട്ടൻ വെറുതെ ഓഫീസിൽ നിന്ന് തിരക്കിട്ടിങ്ങനെ ഓടിപ്പിടിച്ച് വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു. പെട്ടെന്ന് ശാലിനി ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ ഞാനാകെ. കുഴപ്പമൊന്നുമില്ലല്ലേ? ഡോക്ടർ എന്താ പറഞ്ഞത്? എന്റെ ശ്യാമേട്ട ഒരു കുഴപ്പമില്ലാന്ന് മാത്രമല്ല, ഒന്ന് റെസ്റ്റ് ചെയ്ത ശേഷം വീട്ടിലേക്ക് പോവുകയും ചെയ്യാം. ആ, ഏതായാലും ശ്യാമേട്ട വന്നല്ലോ, ഞാൻ എവിടെയും കൊണ്ട് വീട്ടിലേക്ക് ചെല്ലട്ടെ. ദേ കണ്ടില്ലേ, ഡ്രസ് മുഴുവൻ ബ്ലഡാ. ആ, പപ്പ ഡോക്ടർ റൂമിലുണ്ട്. പോ. മോള് വീട്ടിലേക്ക് പൊയ്ക്കോ,
ഗംഗേച്ചി കുറച്ച് കഴിഞ്ഞങ്ങ് വന്നോളാം. ഇവിടെ ഇപ്പോ പപ്പയും ശ്യാമേട്ടനൊക്കെ ഉണ്ടല്ലോ. വരട്ടെ ശ്യാമേട്ട. ആ എന്നോട് പൊറുക്കണ ശ്യാമേട്ട. എന്തിന്? ഞാൻ കാരണം ശ്യാമേട്ടന് എത്രമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. എനിക്ക് വേണ്ടി എന്റെ ശ്യാമേട്ടൻ എന്തെല്ലാം സഹിക്കുന്നു. നീ എന്തൊക്കെയാ ഗംഗ ഈ പറയുന്നത്? എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെന്നാ? ഞാൻ എന്ത് സഹിച്ചു എന്നാ? ഇല്ല, എനിക്കറിയാം. എനിക്കെല്ലാം അറിയാം ശ്യാമേട്ട. എന്നെ വെറുക്കല്ലേ ശ്യാമേട്ട. നീ എന്തൊക്കെയാ ഗംഗ ഈ പറയുന്നത്? കുഞ്ഞറിയാത്തതായിട്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് കുഞ്ഞെ. അതെങ്ങനെയാ? കല്യാണം കഴിഞ്ഞെങ്കിലും അധിക ദിവസം ഇവിടെ നിന്നില്ലല്ലോ. ഗിരിക്കുഞ്ഞുമായി കറങ്ങാൻ പോയിട്ട് ഇന്നല്ലേ കുഞ്ഞ് വരുന്നത്. ഗംഗേച്ചിക്ക് ഈ അസുഖം കുഞ്ഞിലെ വരാറുണ്ടായിരുന്നോ മാധു? പിന്നെ ഞാനിവിടെ വന്ന കാലം മുതലേ ഗംഗക്കുഞ്ഞ് സൂക്കേടുകാരിയാ. ഒരുപാട് ഡോക്ടർമാരെയൊക്കെ കാണിച്ചതാ. പക്ഷെ പൂർണ്ണമായും മാറില്ല കുഞ്ഞെ, ചെന്നിയല്ലയോ. പക്ഷെ കാര്യം എന്തൊക്കെയാണെങ്കിലും നല്ല തങ്കം പോലത്തെ മനസ്സാ ഗംഗക്കുഞ്ഞിൻ്റേത്. അതിന് ഈ സൂക്കേട് വന്നല്ലോ നോർക്കുമ്പോഴാ സങ്കടം. പക്ഷെ എല്ലാം അറിഞ്ഞിരുന്നോണ്ട് ശാലിനിക്കുഞ്ഞിന്റെ ഏട്ടൻ ഗംഗക്കുഞ്ഞിനൊരു ജീവിതം കൊടുക്കാൻ തയ്യാറായല്ലോ. ആ സാറിന്റെ മനസ്സിനെ ആ പൂവിട്ട് പൂജിക്കേണ്ടത്. പിന്നെ ഗാതക്കുഞ്ഞിന്റെ കാര്യം അറിയില്ലേ? ഗാതക്കുഞ്ഞ് ഇവിടുത്തെ കുട്ടിയല്ല, ഉള്ളതാ കുഞ്ഞെ. പക്ഷെ ആ കാര്യം ഞാൻ അറിയുന്നത് ഈ അടുത്ത കാലത്താ. അപ്പുകുട്ട സാറിന് 2 മക്കളേ ഉള്ളൂ. അത് ഗംഗക്കുഞ്ഞും ഗിരിക്കുഞ്ഞുമാ. അപ്പൊ ഗാഥ? അതാ കാഞ്ചനാമ്മയുടെ മോളാ. ഏതോ ഹിന്ദിക്കാരനാ എന്റെ തന്ത. ചത്തുപോയെന്നൊക്കെയാ പറഞ്ഞു കേൾക്കുന്നത്. ജീവിക്കാൻ മാർഗമില്ലാതിരുന്ന അതുങ്ങളെ അപ്പുക്കുട്ട സാർ കൂട്ടിക്കൊണ്ട് പോരുമായിരുന്നു. സാറും ഭാര്യ മരിച്ച ദുഃഖത്തിൽ കഴിയായിരുന്നല്ലോ. പിന്നെ അവരിങ്ങനെ പോവാൻ തുടങ്ങുന്നതിന്റെ കാര്യം എന്താ? അങ്ങനെയായിരുന്നെങ്കിൽ അവർക്കിത് നേരത്തെ ആയിക്കൂടായിരുന്നോ? ഇതിപ്പോ ആദ്യമൊന്നും അല്ല കുഞ്ഞെ. സാറുമായി വഴക്കിടുമ്പോഴൊക്കെ കാഞ്ചനാമ്മ ഇങ്ങനെ ഇറങ്ങി പോകാറുള്ളതാ. പക്ഷെ കുറച്ചു കഴിയുമ്പോ തീരുമാനം മാറ്റുകയും ചെയ്യും. പക്ഷെ ഇത്തവണ കാര്യമായിട്ട് തന്നെയായിരുന്നു. അതുകൊണ്ടല്ലേ ഗാതക്കുഞ്ഞ് സാറിന്റെ മോളല്ലെന്നൊക്കെ വിളിച്ചു പറഞ്ഞത്. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? അത് കുഞ്ഞിനോട് ഞാൻ എങ്ങനെയാ പറയുന്നത്? എന്താ മാധു? ഞാൻ ആരോടും പറയാനും മറ്റും പോന്നില്ല. അതല്ല, കുഞ്ഞിന് എന്തെങ്കിലും തോന്നിയാലോ? എന്തു തോന്നാൻ? എന്താ കാര്യം എന്ന് വെച്ചാ പറ മാധു. വേണ്ട, അത് ശരിയാകത്തില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? ഒടുക്ക് ഞാൻ കുറ്റക്കാരിയാവും. നിൽക്കും മാധു, അത് പറയാതെ ഞാനിന്ന് മാധുവിനെ വിടില്ല. ഞാൻ പറഞ്ഞെന്ന് ആരോടും പറയല്ലേ കുഞ്ഞെ. ഇല്ലെന്നേ. കാഞ്ചനയമ്മയോട് ആലോചിക്കാതെയുള്ള നിങ്ങളുടെ മാറ്റക്കല്യാണമൊന്നും അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കുഞ്ഞിനേതോ ശാപം ഉണ്ടെന്നാ കാഞ്ചനാമ്മ പറയുന്നത്. അതുകൊണ്ടാണത്രേ കുഞ്ഞിന് ആലോചനയുമായി വന്ന 3 പേരും മരിച്ചുപോയത്. കുഞ്ഞിനെ ഗിരിക്കുഞ്ഞിന്റെ തല കെട്ടിവെച്ചത് അസുഖക്കാരിയായ ഗംഗക്കുഞ്ഞിനെ ശാംസാർ കെട്ടിക്കോളാന്ന് പറഞ്ഞുകൊണ്ടാണത്രേ. എല്ലാം അങ്ങോട്ട് ഓടിക്കൊടുക്കും. എന്നിട്ട് എല്ലാവളുമാരും കൂടി എന്റെ മേലെ കുതിര കയറാൻ. ഞാനാണല്ലോ ഇവിടെ ഒരു അധികപ്പറ്റ്. അത്ര എളുപ്പം ഈ കാഞ്ചനെ തൂപ്പിച്ച് കളയാമെന്ന് ആരും വിചാരിക്കണ്ട. ആ പൂതി നിന്റെയൊക്കെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. കാണിച്ചു തരാൻ ഞാൻ എല്ലാത്തിനെയും.